ാണ് ഒരു പറ്റം ആളുകൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹംസത്തുൽ കറാർ തങ്ങൾ കൊല്ലപ്പെട്ടു നബിയേ, അവിടുത്തെ അടിവയറ് കുത്തിക്കീറിയെടുത്തു പോയി നബിയേ. ഇത് പറയുമ്പോഴേക്ക് അതാ സഹോദരി അങ്ങ് കരയുകയാണ്. ചോദിച്ചു, അല്ല നിന്റെ ഉപ്പ മരിച്ചപ്പോഴും കരഞ്ഞില്ല, നിന്റെ സഹോദരൻ മരണപ്പെട്ടപ്പോഴും കരഞ്ഞില്ല, എന്നിട്ടെന്തേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം അല്ലെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് അറിഞ്ഞപ്പോ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മാന്റെ മറുപടി ഒന്ന് കേൾക്കും. കലാലയത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ കാമാലയത്തിന്റെ അനാവശ്യങ്ങളുടെ ലോകത്ത് ആനന്ദ നൃത്തം ചെയ്യുന്ന പെങ്ങളെ, നിന്റെ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണേ. അനാവശ്യങ്ങളുടെ സീരിയലുകളുടെ മുമ്പിൽ തപസ്സിരുന്നുകൊണ്ട് തെരുവോരങ്ങളിൽ ആഭാസം കാണിക്കുന്ന സഹോദരി, ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ചിട്ട് തെരുവോരങ്ങളിൽ ഈ സമുദായത്തെ ആക്ഷേപിക്കാൻ വഴിയുണ്ടാക്കുന്ന പെങ്ങളെ, അതാ ഉഹദിന്റെ രണഭൂമിയുടെ ചാരത്ത് നിന്നുകൊണ്ട് ആ സഹോദരി പറയാണ്, എന്റെ ആരും മരിച്ചിട്ട് കരയാത്ത ഞാൻ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായെന്നറിഞ്ഞപ്പോ എന്തേ കരഞ്ഞത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധം എന്റെ ഹബീബിനെ വല്ലാതെ നോവിക്കുമല്ലോ, റസൂലുള്ളാഹിന്റെ ദുഃഖമോർത്തിട്ടാണ് ഞാൻ കരയുന്നത്, അല്ലാതെ ഹംസത്ത് തങ്ങൾ എന്റെ അടുത്ത കുടുംബക്കാരനായതുകൊണ്ടല്ല, ബന്ധുവായതുകൊണ്ടല്ല. ആ കൊലപാതകത്തിന്റെ പേരിൽ, ആ വധത്തിന്റെ പേരിൽ എന്റെ ഹബീബായ തങ്ങൾക്ക് നോവുമല്ലോ. എന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ നോവ് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. മോളെ, നീ ടൈറ്റ് ഫിറ്റ് ബനിയൻ ടൈപ്പ് ബോട്ടം ധരിച്ച് തെരുവിലിറങ്ങുമ്പോ മദീനത്ത് പച്ചക്കുബ്ബയുടെ താഴെ വിശ്രമിക്കുന്ന മുത്തുനബി തങ്ങൾ കരയുന്നുണ്ട്.